മരക്കൊമ്പിൽ ഒരു സിംഹത്തെ വെച്ച് കെട്ടി സതീശനും രമേശനും ഷാബിയും KC വേണുഗോപാലും കൂടി ചുമന്നുകൊണ്ടു പോകുന്ന ഒരു കാർട്ടൂൺ കാണാനിടയായി. കണ്ണൂർ സിംഹം കൂട്ടിലായി എന്നായിരുന്നു അതിന്റെ അടിക്കുറിപ്പ്. കണ്ണൂർ സിംഹം എങ്ങനെയാണ് മെരുങ്ങിയതെന്ന് പല വഴിയിൽ അന്വേഷിച്ചപ്പോൾ പല കഥകളാണ് കിട്ടുന്നത്. അതിൽ BJP ക്യാമ്പിൽ നിന്ന് കിട്ടുന്ന കഥയാണ് ഏറ്റവും രസകരം. സുധാകരൻ കോൺഗ്രസ് നേതൃത്വത്തെ വിരട്ടിക്കൊണ്ടിരിക്കുമ്പോൾ BJPയുമായി രഹസ്യ ചർച്ച നടത്തിക്കൊണ്ടിരുന്നു. BJPയുടെ ആവശ്യം സുധാകരൻ രാജിവെച്ച് BJPക്ക് വേണ്ടി കണ്ണൂരിൽ മത്സരിക്കണമെന്നാണ്. അങ്ങനെ പാർട്ടിയിലേക്ക് കടന്നു വരണം. പക്ഷെ സുധാകരൻ കുറച്ചുകൂടി എളുപ്പമുള്ള വഴിയാണ് BJPയുടെ മുന്നിൽ വെച്ചത്. സുധാകരൻ MP സ്ഥാനം രാജിവെക്കും, പകരം രാജ്യസഭ അദ്ദേഹത്തിന് നൽകണം, ഒപ്പം കേന്ദ്രത്തിൽ കാതലുള്ള ഒരു മന്ത്രിസ്ഥാനം നൽകണം. ഇതിന്റെ എല്ലാം വട്ടച്ചെലവിന് ഒരു 50 കോടി രൂപ വേറെയും വേണം. BJP പറഞ്ഞു ഈ 3 കാര്യവും മുതലാവുകയില്ല. ആദ്യമായിട്ടാണ് BJPയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ഒരു അന്യ പാർട്ടിക്കാരനോട് അവർ ഇത്രയും കർശന നിലപാട് സ്വീകരിക്കുന്നത്. 82-ാം വയസ്സിൽ സുധാകരൻ രാജ്യസഭ കൊടുത്ത് കേന്ദ്രമന്ത്രിയായി ആദരിച്ച് 50 കോടി രൂപ കപ്പവും കൊടുത്താൽ BJPക്ക് എന്ത് ലാഭമാണെന്നാണ് അവർ ചോദിക്കുന്നത്. സുധാകരനെ ഈ അബദ്ധത്തിൽ കൊണ്ടുപോയി ചാടിച്ചത് കഴിഞ്ഞ 15 വർഷമായിട്ട് കേരളത്തിൽ മുഖ്യമന്ത്രി കുപ്പായവും ഇട്ട് അങ്ങനെ മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിച്ച ഒരു കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹം കോൺഗ്രസ് നേതൃത്വത്തിന്റെ അനുമതിയോടെ സുധാകരനെ മെരുക്കാമെന്ന ഭാവത്തിൽ ഇയാളെ കാണുവാൻ പോയിക്കൊണ്ടിരുന്നത് പ്രശ്നം വഷളാക്കി കുറച്ചുകൂടി മൂപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണെന്നാണ് ലഭിക്കുന്ന വിവരം. സതീശനെ എങ്ങനെയും ചവിട്ടി പുറത്താക്കണമെന്നല്ലാണ്ടും മറ്റു യാതൊരു ആഗ്രഹവും ഇപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലില്ല. അതിനുവേണ്ടി ആരെയും കൂട്ടുപിടിക്കുമെന്നതാണ് അയാളുടെ ഇപ്പോഴത്തെ നയം. അദ്ദേഹം ഒരു വാക്ക് കൊടുത്തിരുന്നു, എന്തു വന്നാലും എന്തു പ്രശ്നമുണ്ടായാലും അവസാന നടപടിയെടുക്കാതെ ഞാൻ നോക്കിക്കൊള്ളാമെന്ന്. ഏതായാലും അവരുടെ രണ്ടുപേരുടെയും കൂടിയുള്ള ഈ നടപടി മൂലം കോൺഗ്രസിന് കിട്ടുമായിരുന്ന ഒരവസരമാണ് കയ്യാലെ പുറത്ത് തേങ്ങ പോലെയായത്. കണ്ണൂരിലുള്ള കോൺഗ്രസ് കുട്ടികൾ കാണിച്ച വൃത്തികേടാണ് മറ്റൊരു കാരണം. എന്തു വന്നാലും കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് മോഹിപ്പിച്ച് ഡൽഹിക്ക് വണ്ടി കയറ്റി വിട്ടിട്ട് ഇവന്മാർ ഇവിടെ DCCയിൽ യോഗം ചേർന്നു. ഡൽഹിയിൽ നിന്ന് സുധാകരൻ വിളിക്കുമ്പോൾ ഇവിടെ റോഡ് ഷോയ്ക്കുള്ള സൗകര്യങ്ങളെല്ലാം ഏർപ്പെടുത്തിയെന്ന് ആദ്യം പറഞ്ഞുവെങ്കിലും DCC യോഗം കഴിഞ്ഞപ്പോൾ അവർ സുധാകരനെ അറിയിച്ചത് അധികം വർത്തമാനം പറയാതെ തിരിച്ചു പോന്നാൽ മാനം കപ്പൽ കയറാതെ നോക്കാമെന്നാണ്. ഇവിടെയൊന്നും ഒരു പട്ടിക്കുഞ്ഞു പോലും നിങ്ങളുടെ റോഡ് ഷോയ്ക്ക് വേണ്ടി ഇറങ്ങി വരില്ല. അതോടുകൂടി സുധാകരൻ ഒതുങ്ങിയെന്നാണ് കണ്ണൂർ DCCയുടെ അവകാശവാദം. അതിലും പ്രധാനപ്പെട്ട സംഗതി മറ്റൊന്നാണ്. സുധാകരനും രമേശ്ജിയും ഒന്നിച്ചു നിന്ന് പയറ്റിയാൽ താൻ വെള്ളത്തിലാകുമെന്ന് ബോധ്യമുള്ള VD സതീശൻ അറ്റകൈക്കും മരണക്കളി കളിക്കാമെന്ന് തീരുമാനിച്ചു. യാതൊരു കാരണവശാലും ഭീഷണിപ്പെടുത്തിയാൽ സീറ്റ് നൽകേണ്ടെന്ന തന്റെ ആവശ്യത്തിൽ അദ്ദേഹം ഉറച്ചു നിന്നു. സത്യത്തിൽ സതീശൻ പറഞ്ഞതാണ് ന്യായം. അരിയിൽ നിന്ന് ആശാരിയും കടിച്ചു, പിന്നെയും നായിക്കാണ് മുറുമുറുപ്പെന്ന് പണ്ടുള്ളവർ പറയുന്നത് പോലെ നാട്ടിലുള്ള മുഴുവൻ അധികാര സ്ഥാനങ്ങളും കൈക്കലാക്കിയിട്ടും ചില കൊച്ചുകുട്ടികളെ പോലെ കാണുന്നതെല്ലാം വേണമെന്ന് ആക്രാന്തം കാണിക്കുകയും ചെയ്യുന്ന സുധാകരനെ വെച്ചു പുറപ്പിച്ചാൽ പണി പാളും. കോൺഗ്രസിന് ഭരണം കിട്ടുന്ന ഒരു സ്ഥിതി വന്നാൽ എല്ലാവരെയും ചേർത്ത് പിടിച്ച് മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യം കോൺഗ്രസ് നേതൃത്വത്തിന്റെ മുന്നിൽ വെച്ചാൽ കോൺഗ്രസ് അന്ന് വെള്ളത്തിലാകും. ഇനി അതിന് സാധിക്കുന്നില്ലെങ്കിൽ ഞാൻ BJPയിലേക്ക് പോവുകയാണെന്ന് അന്ന് പറഞ്ഞാൽ 50 അല്ല 500 കോടി കൊടുക്കാൻ അന്നൊരു പക്ഷേ ആരെങ്കിലും തയ്യാറായാൽ കോൺഗ്രസിന്റെ കട്ടയും പടവും മടങ്ങും. അതാണല്ലോ മറ്റു സംസ്ഥാനങ്ങളിൽ കാലാകാലങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സുധാകരനെയൊക്കെ ഇതുപോലെ വഷളാക്കിയതിന്റെ പ്രധാന ഉത്തരവാദിത്വം AK ആന്റണിയെ പോലുള്ളവർക്കാണ്. ഒന്ന് വിരട്ടിയാൽ മൂത്രമൊഴിച്ചുകൊണ്ട് കൂടെ നിൽക്കും, എന്നിട്ട് ആദർശത്തിന്റെ മേമ്പൊടിയും ചേർക്കും. അത് ആദർശത്തിന്റെ കണിക പോലും ഉണ്ടായിട്ടല്ല, ഉള്ളിൽ നിന്നുണ്ടാകുന്ന നയത്തിന്റെ ബാക്കി പത്രമാണ്. കണ്ണൂരിൽ പാർട്ടിയെ പിടിച്ചു നിർത്തിയത് ഇയാളാണെന്നാണ് ആന്റണി പറയുന്നത്. അവിടെ പാർട്ടിക്ക് വേണ്ടി കൊല്ലാനും ചാകാനും തയ്യാറായി നടന്ന ഒരു രാമകൃഷ്ണൻ ഉണ്ടായിരുന്നു എന്ന കാര്യം ആന്റണി സൗകര്യപൂർവ്വം മറന്നുപോയി. ഇവിടെയാണ് പറയുന്നത് നട്ടവരെയും നനച്ചവരെയും മറക്കരുതെന്ന്. ഒരു ബുദ്ധിമുട്ടും അനുഭവിക്കാതെ കോൺഗ്രസിന്റെ മുഴുവൻ സ്ഥാനമാനങ്ങളും കൈവശപ്പെടുത്തിയ ആളാണ് AK ആന്റണി. ഇന്ത്യൻ പ്രസിഡന്റ് സ്ഥാനം മാത്രമേ ഇനി അയാൾക്ക് കിട്ടാനുള്ളൂ. BJPക്കാരത് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇയാൾ പണ്ടേ പുത്രന്റെ പുറകെ പോയേനെ. അങ്ങനെയുള്ളയാളാണ് സുധാകരനെ പോലുള്ള ഒരു 4ാംകിട രാഷ്ട്രീയക്കാരന് A സർട്ടിഫിക്കറ്റ് നൽകുന്നത്. ഏതായാലും സുധാകരനെതിരെ കൃത്യമായ നിലപാടെടുത്ത് കോൺഗ്രസിന്റെ മാനം രക്ഷിച്ച VD സതീശനെ അഭിനന്ദിക്കണം. സതീശനെങ്കിലും ആ നിലയിൽ ഒരു നിലപാട് എടുത്തില്ലായിരുന്നുവെങ്കിൽ കോൺഗ്രസ് ഇവിടെ തീരുമായിരുന്നു. സുധാകരനോട് പോലും കർക്കശ നിലപാട് സ്വീകരിക്കുന്നതിൽ അതുകൊണ്ടാണ് എൽദോസ് കുന്നപ്പള്ളി അടക്കം മറ്റു പലരും അടങ്ങി ഒതുങ്ങി നിന്നത്.